അപകടത്തിൽപ്പെട്ടു എങ്കിലും പരിക്കുകളോടെ നായകൻ രക്ഷപ്പെട്ടു. ഇനി അയാൾക്ക് എത്ര ദിവസം ആശുപത്രിവാസം വേണ്ടിവരും? അയാളുടെ സഹായത്തിന് ആരുണ്ട് അറിയണ്ടേ? പുല്ലരി എന്ന ഗ്രാമത്തിൽ നാം എടുക്കുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാം എടുക്കുന്ന പ്രണയം 8ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. കുഞ്ഞവരാച്ചൻ്റെ വീട് തൊമരക്കാട് എന്ന സ്ഥലത്താണ്. പുല്ലരിയിൽ നിന്നും 2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. കച്ചവട സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ അവർ പുല്ലരിയെ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. പകലാണെങ്കിൽ അത്രയും ദൂരം നടന്നു പോകാനൊന്നും കുഞ്ഞവരാച്ചന് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര ദൂരം നടക്കാനും മടിയുമില്ല. അതിൻ്റേതായ ഗുണങ്ങൾ ശരീരത്ത് കാണാനുമുണ്ട്. കുടിയേറ്റ കാലഘട്ടത്തിൽ പടവിൽക്കാരോടൊപ്പം തന്നെ വന്നവരാണ് കുഞ്ഞവരാച്ചനും കുടുംബവും. കുടുംബം എന്ന് പറഞ്ഞാൽ അന്ന് കുഞ്ഞവരാച്ചനോടൊപ്പം അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. കുഞ്ഞവരാച്ചനും ഭാര്യയും 4 ചെറിയ പിള്ളേരും അന്നുണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ വലുതായി ജോലിക്കാരായി. മക്കളിലാകെ ഒരാൾ മാത്രമേ ഇപ്പോൾ അവരോടൊപ്പം ഉള്ളൂ. കയ്യിൽ കാശ് കുറവായതുകൊണ്ടും കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടും കുറച്ച് അകലേക്ക് പോയി എന്നേ ഉള്ളൂ. തൊമരക്കാട് എന്ന സ്ഥലത്ത് ഉദ്ദേശിച്ച അത്രയും സ്ഥലവും വാങ്ങിച്ച് കൃഷി തുടങ്ങിയതാണ്. ഇന്ന് ആ പുരയിടം നല്ല ഒരു കൃഷിസ്ഥലമായിട്ടുണ്ട്. കുഞ്ഞവരാച്ചൻ വണ്ടി വാങ്ങിച്ചിട്ടില്ല എന്ന് മാത്രം. അക്കാലത്ത് വളരെ അത്യാവശ്യമുള്ളവർ മാത്രമേ സ്വന്തമായി വാഹനം വാങ്ങുമായിരുന്നുള്ളൂ. അതൊരു പാഴ്ചെലവായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും കണക്കാക്കിയിരുന്നത്. ആരെങ്കിലും വാങ്ങിയെങ്കിൽ തന്നെ അത് ടാക്സിയായി ഓടി കാശുണ്ടാക്കാനേ നോക്കുമായിരുന്നുള്ളൂ. കുഞ്ഞവരാച്ചനെ അയാളുടെ വീടിൻ്റെ അടുത്തുവരെ കൊണ്ടുവിട്ടിട്ട് അപ്പച്ചൻ തിരിച്ചു പോന്നു. അയാൾ തിരിച്ചു വന്നപ്പോഴും ജിമ്മി സാറിൻ്റെ അമ്മച്ചിയും സാറാമ്മയും ഉറങ്ങാതെ അയാളെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നാ പറ്റിയതാ അപ്പച്ച എൻ്റെ കൊച്ചിന്? എന്തുമാത്രം പരിക്കുണ്ട്? സാറിൻ്റെ വണ്ടി മറിഞ്ഞതാ ചേട്ടത്തി. ഒരു മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് കാര്യമായി ഒന്നും പറ്റിയില്ല. കാലിന് ഒടിവുണ്ട്, മറ്റ് ചെറിയ പരിക്കുകളുമുണ്ട്. പീച്ചിത്തൊലി പോയതേ ഉള്ളൂ. കാലിന് പ്ലാസ്റ്റർ ഇട്ട് കാണില്ലേ? അവന് എപ്പോഴത്തേക്കും തിരിച്ചു വരാൻ പറ്റും? കാലിന് പ്ലാസ്റ്റർ ഇട്ടു. അത്യാവശ്യം മരുന്നുകളും കൊടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ പോന്നത്. ഇപ്പോൾ കൂടെ അവരുടെ ഓഫീസിൽ നിന്ന് വന്ന കുറച്ച് ആളുകളുണ്ട്. അവിടുത്തെ പിയൂൺ ഇന്ന് രാത്രി മുഴുവൻ സാറിൻ്റെ കൂടെ ഉണ്ടാകും. ദൈവം കാത്തു, അതേ പറയാനുള്ളൂ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. നാളെ പോകണം രാവിലെ തന്നെ. എനിക്കവനെ കാണാൻ തിടുക്കമായി. നാളെ അമ്മച്ചിയോട് ചെല്ലണ്ട എന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ അമ്മച്ചി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ചെന്നോളാനും പറഞ്ഞു. നിർബന്ധമാണെങ്കിൽ സാറാമ്മയെ കൂട്ടിവിടാം. ഒറ്റയ്ക്ക് ഏതായാലും പോകണ്ട. എനിക്കെന്തായാലും പോകണം. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാം. അവിടെയാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങാനല്ലേ പറ്റൂ. അപ്പച്ചൻ ചേട്ടൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. വല്ലാതെ മടുത്തായിരുന്നു. കൂടുതലുള്ള അലച്ചിലല്ലേ, പോരെങ്കിൽ മനസ്സിനൊരു വിഷമവും. അമ്മച്ചിക്ക് കിടക്കാൻ മറ്റൊരു മുറിയിലുള്ള കട്ടിലിൽ ബെഡ് വിരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മച്ചിയെ മുറിയിലേക്ക് കൊണ്ടുപോയി വിട്ടത് സാറാമ്മയാണ്. സിൽവി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ജിമ്മി സാറിനെ കാണാൻ തുടിക്കുന്ന തൻ്റെ ഹൃദയം കാണുന്നത് ദൈവം മാത്രം. സാറിൻ്റെ വേദനയോർത്ത് വിങ്ങുന്ന ഹൃദയവുമായി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ മുറിയിലെ ലൈറ്റ് കെടുത്തി. താനും ദൈവവുമല്ലാതെ ആരും തൻ്റെ വിഷമം കാണണ്ട. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കണ്ടാൽ അവരോട് എന്തു പറയും? തൻ്റെ മനസ്സിലുള്ളത് ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, സാറിനോട് പോലും. തലേ ദിവസം തീരുമാനിച്ചിരുന്നതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് കൂടിയുള്ള ഭക്ഷണമുണ്ടാക്കി പാക്ക് ചെയ്ത് സാറാമ്മയും അന്നമ്മച്ചേടത്തിയും കൂടി
രാവിലെ ആശുപത്രിയിലേക്ക് പോയി. അപ്പച്ചന് പറമ്പിൽ പോകേണ്ടതുകൊണ്ട് ജീപ്പ് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ട് അവർ ലൈൻ ബസ്സിനാണ് പോയത്. എന്നാലും 9 മണി കഴിഞ്ഞപ്പോഴേക്കും അവർ ആശുപത്രിയിലെത്തി. ഡോക്ടർ രാവിലത്തെ റൗണ്ട്സിന് വന്നു പോയി. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്നുകൂടി മതിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറാമ്മച്ചേടത്തിയും അന്നമ്മച്ചേടത്തിയും കൂടി കയറി ചെല്ലുന്നത്. രാവിലെ തന്നെ ഇങ്ങ് പോന്നോ, അതോ ഇന്നലെ വൈകുന്നേരം തന്നെ പുറപ്പെട്ടോ? കാലൊടിഞ്ഞു കിടക്കുന്ന മകൻ്റെ തമാശ കേട്ട് അന്നമ്മച്ചേടത്തിക്ക് നല്ല കലിപ്പ് വന്നു. കാലൊടിഞ്ഞ് എഴുന്നേക്കാൻ മേലാതെ കിടക്കുകയാണ്, എന്നാലും തമാശയ്ക്കൊരു കുറവില്ല. അല്ലടാ, മിനിഞ്ഞാന്ന് തന്നെയാ പോന്നത്. ഇടയ്ക്കൊക്കെ തങ്ങിപ്പോന്നത് കൊണ്ട് വൈകിപ്പോയി. എന്നാ ചോദിക്കുന്നേ, പരാതി വല്ലതുമുണ്ടോ? ഇല്ല എൻ്റെ പൊന്നമ്മച്ചിയേ, ഞാനിങ്ങനെ കിടന്നു പോയില്ലേ. എഴുന്നേറ്റ് വന്ന് അമ്മച്ചിയെ ബഹുമാനിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ. എഴുന്നേൽക്കുകയും വേണ്ട, വന്ന് ബഹുമാനിക്കുകയും വേണ്ട. സമാധാനമായി അവിടെ കിടന്നാൽ മതി. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാം. കൈ കഴുകാൻ വെള്ളം കൊണ്ടുവരാം. ഇത്ര രാവിലെ ആ സാറാമ്മച്ചേടത്തിക്ക് കൂടി ബുദ്ധിമുട്ടായില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് ജിമ്മി സാറേ? പിള്ളേർക്ക് പോകാൻ ഈ സമയത്ത് തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കേണ്ടത്? എന്നാലും അങ്ങനെയല്ലല്ലോ, ഒരാൾക്ക് കൂടി കൂടുതൽ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചു പറഞ്ഞു പോയതാ. വർത്തമാനം പറയാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അന്നമ്മച്ചേടത്തി വെള്ളം കൊണ്ടുവന്ന് കൈ കഴുകിച്ചു കൊടുത്തു. ഒരു 5 വയസ്സുള്ള കാലത്തെങ്ങാണ്ട് അമ്മ എൻ്റെ കൈ കഴുകിച്ച് തന്നതാ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. ഇങ്ങനെ വന്നിട്ട് ഭാഗ്യം വേണ്ടായിരുന്നു. അല്ലാതെ തന്നെ നിൻ്റെ കൈ കഴുകിച്ച് തരാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തു തന്നേനെ. പ്ലേറ്റിലേക്ക് ഇഡ്ഡലികൾ എടുത്തു വെച്ചു, 4 എണ്ണം. ചമ്മന്തിയും ഒഴിച്ചു. ജിമ്മിയുടെ മുമ്പിലേക്ക് നീക്കി വെച്ചു. എടുത്തു കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മുറിച്ചു തരണോ? കൈക്ക് എവിടെയെങ്കിലും വേദനയുണ്ടോ? എവിടെയൊക്കെയാണ് പരിക്ക് പറ്റിയത്? പലയിടത്തും ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ മലബാർ എക്സ്പ്രസിൻ്റെ ബോഗികൾ പോലെ ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എങ്ങനെ പറയും? അവിടെയൊക്കെ ചെറുതായിട്ട് തോല് പോയിട്ടേ ഉള്ളൂ. സാരമില്ല, ഡോക്ടർമാരല്ലേ, എല്ലാം കഴുകി ഒട്ടിക്കും. പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ വേണ്ടിയാണ്. ജിമ്മി ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇഷ്ടപ്പെട്ട പലഹാരമാണ് ഇഡ്ഡലി. നല്ല രുചികരമായി ചമ്മന്തിയും അരച്ചിരിക്കുന്നു. രണ്ടും വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ 4 എണ്ണവും കഴിച്ചു. അയാൾക്ക് സന്തോഷമായി. ഉച്ചവരെ സാറാമ്മ ആശുപത്രിയിൽ നിന്നു. അതിനുശേഷം പുല്ലരിയിലേക്ക് തിരിച്ചു പോന്നു. അന്നമ്മച്ചേടത്തി വൈകുന്നേരം വരുന്ന ആരുടെയെങ്കിലും കൂടെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞു. ഇന്നും കൂടി അപ്പച്ചൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് ജിമ്മി സാർ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെതിരൊന്നും പറയണ്ട. വൈകിട്ട് അപ്പച്ചൻ ചേട്ടൻ വരുമോ? എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. ചിലപ്പോൾ വരുമായിരിക്കും. എന്നോട് പറയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ. നാളെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും 1 മാസത്തേക്ക് സഹായത്തിനൊരാൾ വേണ്ടിവരും. അപ്പച്ചൻ ചേട്ടനാണല്ലോ കൂടുതൽ ആളുകളെ അറിയുന്നത്. ആരെങ്കിലും ഒരാളെ 1 മാസത്തെ സഹായത്തിന് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറയണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. വരുവാണെങ്കിൽ നേരിട്ട് പറഞ്ഞു. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞേക്കാം. ആളെ കിട്ടും സാറേ, ഉറപ്പാണ്. ഈ സാറേ സാറേ എന്നുള്ള വിളി ഒഴിവാക്കേണ്ടതാണ്. എൻ്റെ പേര് ജിമ്മി എന്നാണ്, അറിയാമല്ലോ. നിങ്ങളൊക്കെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. സാർ എന്ന് വിളിക്കുമ്പോൾ ഒരു അകലം പോലെയാണ് തോന്നുന്നത്. അകലമുണ്ടായിരുന്നെങ്കിൽ എന്നെ അന്വേഷിച്ച് ഇന്ന് വരേണ്ട കാര്യമില്ലല്ലോ. സിൽവിയെ പഠിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ടാ. ചെറിയ ചമ്മലോടെ ആയിരുന്നു സാറാമ്മച്ചിയുടെ മറുപടി. അതിന് സിൽവി അങ്ങനെ വിളിച്ചാൽ പോരെ? അവൾ അങ്ങനെ തന്നെയാണല്ലോ വിളിക്കുന്നത്. ഞാൻ ജിമ്മി എന്ന് വിളിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കട്ടെ. അത് തീരുമാനമാണ്. അതിനെപ്പറ്റി പിന്നെ പറയാനൊന്നുമില്ല. അധികം താമസിക്കാതെ തന്നെ സാറാമ്മ വീട്ടിലേക്ക് പോയി.
പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എത്താവുന്ന കണക്കിനാണ് പോയത്. അല്ലെങ്കിൽ അവർ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ അവിടെ ആളില്ലല്ലോ. വൈകിട്ടത്തെ റൗണ്ട്സിന് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടാണ് അന്നമ്മ ചേട്ടത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറായത്. അപ്പോഴേക്കും അപ്പച്ചൻ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ആ വഴിക്ക് എവിടെയോ പോയി തിരിച്ചു വന്ന വഴി ആശുപത്രിയിൽ കയറിയതാണ്. ഏതായാലും ജിമ്മി പറയാൻ വിചാരിച്ചിരുന്ന കാര്യം അപ്പച്ചൻ ചേട്ടനോട് നേരിട്ട് പറഞ്ഞു. സാറ് വിഷമിക്കണ്ട, അതിന് പറ്റിയ ആളിനെ സാറ് പറയുന്നതിന് മുൻപേ എൻ്റെ മനസ്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞ് ശരിയാക്കി തരാം. അപ്പച്ചൻ ചേട്ടൻ്റെ വണ്ടിയിൽ തന്നെ അന്നമ്മ ചേട്ടത്തി വീട്ടിലേക്ക് പോന്നു. അന്നും കൂടി പടവിൽ വീട്ടിലാണ് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നപ്പോൾ തന്നെ ജിമ്മി ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞു. ഡോക്ടർ അത് സമ്മതിക്കുകയും ചെയ്തു. അത്യാവശ്യം ചില നിർദ്ദേശങ്ങളും പറഞ്ഞു. ഡിസ്ചാർജ് എഴുതാൻ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ പോയി. ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും ശങ്കരനും സോമനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ആവശ്യത്തിന് പണവുമായാണ് വന്നത്. ഹോസ്പിറ്റൽ ബിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിവരുന്ന തുക അവർ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. രസീത് വാങ്ങിച്ചു. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി ഡോക്ടറോട് എഴുതി വാങ്ങിക്കുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുല്ലരിയിലേക്ക് പുറപ്പെട്ടു. അവരവിടെ എത്തിയപ്പോഴേക്കും അന്നമ്മ ചേട്ടത്തി വീടെല്ലാം ഭംഗിയായി കഴുകി വൃത്തിയാക്കിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഒപ്പം വന്നവർ തന്നെ കൈപിടിച്ച് സഹായിച്ച് ജിമ്മി സാറിനെ അകത്ത് കൊണ്ടുപോയി കിടത്തി. അന്നമ്മ ചേട്ടത്തി പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി അത് കഴിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചുപോയത്. സ്കൂളിൽ നിന്നും വരുന്ന വഴി സിൽവിയും ബേബിയും ക്വാർട്ടേഴ്സിൽ വന്നു. സാറിനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. വന്നപ്പോൾ സാറ് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഒടിഞ്ഞ കാൽ ബെഡിൽ വെച്ച് മറ്റേ കാൽ താഴേക്ക് കുത്തി ചാരിയിരിക്കുകയായിരുന്നു. കണ്ടതേ ജിമ്മി പറഞ്ഞു, വിദ്യാർത്ഥിനി ഇനി കുറേ ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ ഷെഡിലായി പോയില്ലേ, ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റില്ല. നേരെ ഇരിക്കാനാകട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം. ഞാനതിന് ക്ലാസ്സിന് വന്നതല്ലല്ലോ, വയ്യാതിരിക്കുന്ന സാറിനെ കാണാൻ വന്നു എന്നേ ഉള്ളൂ. പരിഭവം കലർന്ന സ്വരത്തിലാണ് അവളുടെ മറുപടി. അവൾ വേഗം തന്നെ അന്നമ്മ ചേട്ടത്തിയുടെ അടുത്ത് അടുക്കളയിലേക്ക് പോയി. അവർക്ക് കൊടുക്കാൻ ചായ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ അമ്മച്ചി. ചായ കുടിച്ചു കഴിഞ്ഞ് പോകാൻ നേരം സാറിൻ്റെ നേരെ അവളൊന്ന് നോക്കി. എത്ര ഉഷാറായി നടന്ന ആളാണ്, എത്ര പെട്ടെന്നാണ് കിടപ്പിലായത്. തൻ്റെ നേരെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് ജിമ്മി ശ്രദ്ധിച്ചു. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അപ്പച്ചൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരെ തിരക്കി വരുന്നതായിരിക്കുമോ, അതോ വേറെ എന്തെങ്കിലും കാര്യം പറയാനാണോ? ഒക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലറിയാം കേട്ടോ. അറിയാവുന്നതുപോലെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണേ. കുറവുകളൊക്കെ കാണുമെന്നറിയാം. നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.